ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാരയുടെ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയാണ്. കാരയിൽ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗമസ് ടൈപ്പാണ്. നമുക്കറിയാം ഊഗമസ് ടൈപ്പ് എന്ന് പറയുന്നത് മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഈ റീപ്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് സെക്സ് ഓർഗൻസ് കാണാൻ പറ്റും, ആന്ത്രീഡിയവും ഊഗോണിയവും. കാരയിൽ ആന്ത്രീഡിയം ഗ്ലോബ്യൂൾസ് എന്നും ഊഗോണിയം ന്യൂക്യൂൾസ് എന്നുമാണ് അറിയപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലോബ്യൂൾസിൻ്റെയും ന്യൂക്യൂൾസിൻ്റെയും സ്ട്രക്ചറുകൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കലായിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്, ഒരു സ്ഫെറിക്കൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഈ ഗ്ലോബ്യൂൾസും അതുപോലെ തന്നെ ന്യൂക്യൂൾസും ഒരേ താലസിൽ ഏകദേശം ഒരേ ഭാഗത്തായിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇതിൽ ഗ്ലോബ്യൂൾസ് എന്ന് പറയുന്നത് ആന്ത്രീഡിയമാണ്. ഈ ഗ്ലോബ്യൂൾസിനെ കവർ ചെയ്ത് ഏകദേശം 8 ഷീൽഡ് സെല്ലുകൾ ഫോം ചെയ്യാറുണ്ട്. ഈ 8 ഷീൽഡ് സെല്ലുകൾക്കുള്ളിലായിട്ട് ഒരു സ്പേസ് ഉണ്ടാവാറുണ്ട്. ഈ സ്പേസിൽ ഒരു ആക്സിസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സിംഗിൾ സെൽ ഉണ്ടായിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് മാനുബ്രിയം. ഈ മാനുബ്രിയത്തിൻ്റെ ടിപ്പിൽ ചില സെൽ അഗ്രിഗേറ്റ്സിനെ കാണാൻ പറ്റും. ഈ സെൽ അഗ്രിഗേറ്റ്സിനെ പറയുന്ന പേരാണ് ക്യാപിറ്റുലം. ക്യാപിറ്റുലത്തിന് 2 ടൈപ്പ് കാണാറുണ്ട്. ക്യാപിറ്റുലം പ്രൈമറി ക്യാപിറ്റുലവും സെക്കൻഡറി ക്യാപിറ്റുലവും. ഇങ്ങനെയുള്ള ഈ ക്യാപിറ്റുലം സെല്ലിൻ്റെ ഇലോങ്ങേഷനായി ഒരു റോ ഓഫ് സെൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് ആന്ത്രീഡിയൽ ഫിലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ആന്ത്രീഡിയൽ ഫിലമെൻറ്റ്സിൽ ന്യൂമറസ് സെല്ലുകൾ ഉണ്ടായിരിക്കും. ഈച്ച് സെൽസിനെ നമ്മൾ പറയുന്ന പേര് ആൻഡ്രോസൈറ്റ്സ് എന്നാണ്. ഓരോ ആൻഡ്രോസൈറ്റുകളും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഓരോ ആന്ത്രോസൂയിഡുകളായിട്ട് മാറുന്നു. അങ്ങനെ ഒരു കാരയിലെ ഒരു ആന്ത്രീഡിയത്തിൽ തന്നെ ന്യൂമറസ് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ആൻഡ്രോസൂയിഡ്സ് ഫോം ചെയ്യാറുണ്ട്. ഇതാണ് കാരയുടെ ഗ്ലോബ്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി കാരയുടെ ഊഗോണിയം അഥവാ ന്യൂക്യൂൾ എന്ന് പറയുന്ന ഒരു ഫ്ലാസ്ക് പോലെയുള്ളൊരു സ്ട്രക്ചറാണ്. ഇവരെയും കവർ ചെയ്തിട്ട് ചില സെല്ലുകളുണ്ട്. ഇതിനെ നമ്മൾ ട്യൂബ് സെൽ എന്ന് പറയും. ട്യൂബ് സെല്ലിനുള്ളിലുള്ളൊരു ക്യാവിറ്റി ഉണ്ടായിരിക്കും. അതിനുള്ളിൽ ഒരു സിംഗിൾ എഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ സ്ട്രക്ചറിൻ്റെ ടിപ്പിലായിട്ട് നമുക്ക് 5 സ്പെഷ്യൽ സെല്ലുകളെ കാണാൻ പറ്റും. ഇതിനെ കൊറോണ എന്ന് പറയുന്നു. റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഈ കൊറോണയാണ് ഈ ഒരു ആന്ത്രോസൂഡിനെ ഇതിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇനി ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഗ്ലോബ്യൂളിൽ ന്യൂമറസ് ആന്ത്രോസൂഡുകൾ ഉണ്ടാവുമെങ്കിലും ഇവ ചുറ്റുമുള്ള വാട്ടറിലേക്ക് ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ആന്ത്രോസൂഡുകളിൽ ചില ആന്ത്രോസൂഡുകൾ മാത്രം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സ്വിം ചെയ്യുന്ന ആന്ത്രോസൂഡുകൾ ഊഗോണിയത്തിൻ്റെ സമീപത്തേക്ക് എത്തുകയും ഊഗോണിയത്തിൽ അപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഊഗോണിയത്തിനെ കവർ ചെയ്തിട്ടുള്ള ട്യൂബ് സെല്ലുകൾ ഇലോങ്ങേറ്റ് ചെയ്യുകയും കൊറോണ സെല്ലുകൾ ഇലോങ്ങേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു പാസേജ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന പാസേജിലൂടെ ആന്ത്രോസൂയിഡുകളിൽ ഏറ്റവും ബെറ്ററായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരെണ്ണം പെനട്രേറ്റ് ചെയ്ത് ഊഗോണിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു. ന്യൂമറസ് ആന്ത്രോസൂയിഡുകൾ ഊഗോണിയത്തിനെ സമീപിക്കുമെങ്കിലും ഒരെണ്ണം മാത്രമാണ് ഊഗോണിയത്തിൻ്റെ വോള് പെനട്രേറ്റ് ചെയ്ത് ഊഗോണിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഊഗോണിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ആന്ത്രോസൂയിഡിൻ്റെ ന്യൂക്ലിയസ് എഗ്ഗിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയും ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഈ ഡിപ്ലോയിഡ് സൈഗോട്ടിന് ഇനി സംഭവിക്കുന്ന മാറ്റങ്ങളാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ഡിപ്ലോയിഡ് സൈഗോട്ട് ഊഗോണിയത്തിൻ്റെ ബേസിലാണ് ഫോം ചെയ്യുന്നതെങ്കിലും അവ ഫെർട്ടിലൈസേഷന് ശേഷം പതുക്കെ ഊഗോണിയത്തിൻ്റെ ടിപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ സൈഗോട്ട് അതിൻ്റെ സ്വന്തമായ ഒരു സെൽ വാളൊക്കെ സെക്രീറ്റ് ചെയ്യുകയും അവ ഒരു യെല്ലോ ബ്രൗൺ കളറിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സൈഗോട്ട് പെട്ടെന്ന് തന്നെ ഊഗോണിയത്തിൽ നിന്നും അഥവാ ന്യൂക്യൂളിൽ നിന്നും ലിബറേറ്റ് ചെയ്യപ്പെടുകയും അവ ചുറ്റുമുള്ള വാട്ടറിലേക്ക് സെറ്റിലാവുകയും ചെയ്യുന്നു. അതായത് വാട്ടർ കോളത്തിൻ്റെ ഏറ്റവും ബോട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് പോണ്ടോ റിവറോ അതുപോലുള്ള ഏതെങ്കിലും ഒരു ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ ഹാബിറ്റാറ്റിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലായിരിക്കും ഈ കാര കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിന്നും ഈ കാരയുടെ താലസിൽ നിന്നും ലിബറേറ്റ് ചെയ്യപ്പെടുന്ന സൈഗോട്ട് അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിലേക്ക് പതിക്കുകയും അവിടെ അത് ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യപ്പെടുന്ന സൈഗോട്ട് ഫസ്റ്റ് ഒരു മിയോട്ടിക് ഡിവിഷനാണ് വിധേയമാകുന്നത്. ഡിപ്ലോയിഡായിട്ടുള്ള സൈഗോട്ട് മിയോട്ടിക് ഡിവിഷന് വിധേയമാകുമ്പോൾ ഇതിൽ നിന്നും 4 ഹാപ്ലോയിഡ് സെല്ലുകൾ രൂപപ്പെടുന്നു.
ഇങ്ങനെ രൂപപ്പെടുന്ന 4 സെല്ലുകളിൽ 3 സെല്ലുകളും ഡീജനറേറ്റ് ചെയ്തു പോവുകയും ഒരേ ഒരു ഹാപ്ലോയിഡ് സെല്ല് മാത്രം ജെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അവ ഒരു പുതിയ താലസായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് ഇവരിലെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈഫ് സൈക്കിൾ നോക്കാം. ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഹാപ്ലോയിഡ് ആൽഗയാണ്. ഇതിൽ റീപ്രൊഡക്ഷൻ്റെ സമയത്ത് ഗ്ലോബ്യൂൾസും ന്യൂക്യൂൾസും ഡെവലപ്പ് ചെയ്യുന്നു. രണ്ടും ഹാപ്ലോയിഡാണ്. ഗ്ലോബ്യൂൾസിൽ ആന്ത്രോസൂയിഡ്സ് ഉണ്ടാകുന്നു, ന്യൂക്യൂൾസിൽ സിംഗിൾ എഗ് ഉണ്ടാകുന്നു. ദെൻ അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷന് ശേഷം ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. പ്ലാന്റ് ഹാപ്ലോയിഡാണ്, പക്ഷെ ഉണ്ടായ സൈഗോട്ട് ഡിപ്ലോയിഡാണ്. ഇതിനുശേഷം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് നടന്നിട്ട് സൈഗോട്ടിൽ മിയോട്ടിക് ഡിവിഷൻസ് നടക്കുകയും ഇതിൽ നിന്ന് ഹാപ്ലോയിഡായിട്ടുള്ള 4 ന്യൂക്ലിയസ് 4 സെല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ 4 സെല്ലുകളിൽ 3 ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ഒരെണ്ണം മാത്രം ജെർമിനേറ്റ് ചെയ്ത് പുതിയ കാര താലസ് ആവുകയും ചെയ്യും. ഇതാണ് അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്.